ചെയ്യേണ്ടതെല്ലാം ചെയ്തു. നീ ഒരു പെണ്ണായിരുന്നെങ്കിൽ, സ്നേഹത്തോടെ ഒരു നിമിഷം ജീവിച്ചിരുന്നെങ്കിൽ നീ എന്നോട് ഇത് ചെയ്യില്ലായിരുന്നു. സുമ നീ അച്ഛനോട് പറയാൻ വെറുതെ ബഹളം ഉണ്ടാക്കണ്ടെന്ന്. നിനക്കറിയാവുന്നല്ലേ കാര്യങ്ങളെല്ലാം. ഞാൻ പറഞ്ഞിട്ട് എന്താ നിന്നെ തലേ കയറാത്ത? പൂജ നമുക്ക് ആരാണെന്ന് നിനക്കറിയുന്നതിൽ കൂടുതൽ നിന്റെ അച്ഛൻ എങ്ങനെ അറിയുന്നത്? പോരെ, സന്തോഷമായി നിനക്ക്. 8.5 സെന്റിൽ നീ കെട്ടുന്ന ശവക്കോട്ടയിലെ ഒരു കല്ലറ എനിക്കും കൂടെയാണ് പണതേക്ക്. എന്തിനാ സുമ എന്നോട് ഇങ്ങനെ ചോദിക്കുന്നത്? എല്ലാം കൈവിട്ടു പോയിന്ന് കരുതിയത്. പക്ഷെ സുമ എനിക്ക് തിരിച്ചു തന്നത് 1 കോടി പുണ്യ. വീണ് കഴിഞ്ഞു അശോക്. അവള് കല്യാണത്തിന് സമ്മതം മൂളി. എന്നെ മനസ്സിലാക്കാത്തവരുടെ കൂടെ ഒരു ദിവസം പോയിട്ട് ഒരു നിമിഷം പോലും ജീവിക്കേണ്ട കാര്യമില്ല. ഉണ്ടോ പറ. കുറെ അഡ്ജസ്റ്റ് ചെയ്തു അശോകൻ. എല്ലാത്തിനും ഒരു പരിധിയുണ്ട്. ഞാൻ എത്ര പറഞ്ഞാലും ആർക്കും ഒന്നും മനസ്സിലാവില്ല. അവൾക്ക് ഒന്നും തല കയറില്ല. ആർക്കും ഒന്നും മനസ്സിലാവില്ല. പ്രതിഫലമായിട്ട് എത്ര ഇനാം? ഒന്നും കൊടുക്കണ്ട. അവർക്ക് അവരുടെ സഹോദരിയെ തിരികെ കൊടുത്താൽ മാത്രം മതി. എന്നെ ശരിയാക്കാന്നല്ലേ അച്ഛന്റെ മുമ്പിൽ സുമ പറഞ്ഞത്? വിളിച്ചു പറഞ്ഞേര്, ഈ മനുഷ്യൻ ഒരു കാലത്തും ശരിയാവില്ല എന്ന്. നിനക്ക് ഉറക്കമൊന്നും ഇല്ലേടി കൊച്ചേ? എന്റെ കാര്യം ഞാൻ നോക്കിക്കൊള്ളാം. സാറ് വല്ലതും കഴിച്ചോ? അയ്യോ, ജീവിതത്തിൽ ആദ്യമായിട്ടാ ഈ വീട്ടില് ഇങ്ങനെ ഒരു പെൺശബ്ദം. വല്ലത് കഴിച്ചോതൊരു അന്വേഷണം. സന്തോഷമായി. ഗുഡ് നൈറ്റ്. എങ്ങോട്ടായി പോന്നേ? അല്ല, അറിയാഞ്ഞിട്ട് ചോദിക്കുക. ഈ സമയത്ത് ഇനി ഓഫീസ് മുറിയിൽ വല്ല ഫയൽ നോക്കാനുണ്ടോ? അതെ, ഈ റീമയ്ക്ക് കള്ളിന്റെ സ്മെല്ല് ഒട്ടും ഇഷ്ടല്ല. നീ ചെന്ന് കിടക്ക്. ഒരു കുടുംബമായാലേ ഇങ്ങനെയാ. സ്നേഹമുള്ളിടത്ത് ഇങ്ങനെയൊക്കെ സംഭവിക്കും. നിങ്ങളുടെ ഭർത്താവ് നരേന്ദ്രനി ആശാനും എന്റെ അമ്മ പാപ്പച്ചിയും ചേർന്ന് എന്റെ തലയിൽ കെട്ടിവെച്ചു തന്നതാ നിങ്ങളുടെ മൂത്ത മോളെ. അന്നത് വേണ്ടെന്ന് പറഞ്ഞതേ എന്റെ അച്ഛനാ. എന്നിട്ടും ആ വാക്ക് കേൾക്കാതെ എനിക്ക് നിങ്ങളുടെ മരുമാനാവേണ്ടി വന്നു. ഒരുപാട് വേദനിച്ച മനുഷ്യനാ എന്റെ അച്ഛൻ. അന്ന് നിങ്ങളുടെ മകളുടെ കഴുത്തിലിടാനുള്ള താലി എന്റെ കൈകളിലേക്ക് എടുത്തു തന്നിട്ട് പോയതാ എന്റെ അച്ഛൻ. എവിടെയോ പോയി ആ മനുഷ്യൻ ജീവിതം അവസാനിപ്പിച്ച് എന്തുകൊണ്ടാ? അതുകൊണ്ട് ഈ വിവാഹത്തിന് എന്റെ അച്ഛന്റെ അനുഗ്രഹം ഉണ്ടാവും. എന്നെയും പൂജയെ എന്റെ അച്ഛൻ അനുഗ്രഹിക്കുന്നുണ്ടാവും, എനിക്ക് ഉറപ്പാ. അതുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ആലോചിച്ച് വിഷമിക്കണ്ട. ആ 2 പിതാക്കന്മാരെയും അനുഗ്രഹം ഉണ്ടാവും ഈ വിവാഹത്തിന്. അതുകൊണ്ട് ആരെന്തൊക്കെ വിചാരിച്ചാലും ഇത് നടക്കും ലതാകുമാരിയമ്മേ. അച്ഛൻ മടങ്ങി വരണമെന്നും ശ്യാമേച്ചിയുടെയും അരവിന്ദശോന്റെയും പിതാവ്, പാപ്പച്ചമ്മയുടെ ഭർത്താവ് ഇനിയും പാപ്പച്ചി വീടിന്റെ പടി കടന്നു വരണമെന്ന് ഞാൻ ആവശ്യപ്പെടില്ല. പക്ഷേ
നിങ്ങൾ അങ്ങേയറ്റം സ്നേഹിച്ചൊരു സ്ത്രീയാ എൻ്റെ അമ്മ. നിങ്ങൾക്ക് വേണ്ടി മാത്രം ജീവൻ നിലനിർത്തിയിരിക്കുന്ന ഒരു സ്ത്രീ. ഞാൻ അവരോട് ഞാനിനി ചെന്ന് എന്താ പറയണ്ടേ? മക്കളുടെയും ഭാര്യയുടെയും ജീവിതം എന്തായിത്തീർന്നു എന്നുപോലും അന്വേഷിക്കാൻ മെനക്കെടാത്തൊരച്ഛനെ ഞങ്ങൾക്കാർക്കും പെട്ടെന്ന് സ്വീകരിക്കാൻ പറ്റില്ല. പക്ഷെ അമ്മയോട് ഞാൻ എന്ത് പറഞ്ഞാ വിശ്വസിപ്പിക്കണ്ടേ? അത് പറ. തിരക്കിനിടയിൽ വിട്ടുപോയതാണോ, അതോ എന്റെ കാര്യമായതുകൊണ്ട് അത്ര ഇൻട്രസ്റ്റ് ഇല്ലാഞ്ഞിട്ടാണോ? ഇത് രണ്ടുമല്ല. പിന്നെ ഞാനിവിടെ വന്നാൽ ഒരു ബാധ്യത ആവുമല്ലോ എന്നോർത്ത് നിങ്ങൾ ഭാര്യ ഭർത്താക്കന്മാർക്കിടയിൽ എന്തെങ്കിലും വഴക്കോ വക്കാണോ? വഴക്കോ? എന്തിന്? ചോദിച്ചെന്നേ ഉള്ളൂ. വഴക്കൊന്നും ഇല്ലെങ്കിൽ നമുക്ക് ഉണ്ടാക്കാം. ഞാനതിൽ ഭയങ്കര എക്സ്പേർട്ടാ. നോക്കണ്ട സാറേ, ഭാര്യയും ഭർത്താവും ഒരേ പാത്രത്തിൽ നിന്ന് ഉണ്ണണം. പക്ഷെ അത് സ്നേഹമുള്ളവർക്കേ പറ്റൂ. അച്ഛൻ മനസ്സോടെയാണോ അതോ അമ്മ നിർബന്ധിച്ചിട്ടാണോ? ഞാൻ ശിക്ഷിക്കപ്പെട്ട സുമയും കുഞ്ഞും എന്ത് ചെയ്യും? റീമ ചോദിച്ച ചോദ്യം ഇപ്പോഴും സുമയുടെ മുമ്പിലില്ലേ? എനിക്ക് രക്ഷപ്പെടാൻ പാടാ സുമ. കുറഞ്ഞത് 8-10 വർഷമെങ്കിലും. റീമ ചെയ്യിക്കാൻ ശ്രമിച്ചത് ശരിയായിരുന്നു എന്ന് ഇപ്പൊ തോന്നുന്നില്ലേ സുമയ്ക്ക്? ഇല്ലേ? മരിച്ചു എന്ന് കരുതി പിണ്ടം വയ്ക്കുകയും കർമ്മം നടത്തിക്കൊണ്ടിരിക്കുന്നവരുണ്ട് ഇപ്പോഴും. അവരോട് പറയാൻ ഒരു മറുപടി വേണം. നിങ്ങൾ ജീവിച്ചിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യവും, നിങ്ങൾ ജീവിച്ചിരിക്കരുതെന്നും ജീവനോടെ തിരിച്ചു വരരുതെന്നും ആഗ്രഹിച്ചവരാരുമില്ല. അതിനുവേണ്ടി പ്രാർത്ഥിച്ചവരുമില്ല. 12 വർഷമായി നിങ്ങൾ നാടും വീടും ഉപേക്ഷിച്ചിട്ട്. നിങ്ങളെ സ്നേഹിക്കുന്നവരും നിങ്ങൾ സ്നേഹിക്കുന്നവരും നിങ്ങൾ സ്നേഹം കൊടുത്തവരും വെറുതെയെങ്കിലും ഉണ്ടാക്കിയെടുത്ത കുടുംബങ്ങളും വളരെ നിസ്സാരമായിട്ട് അഴിച്ചുപേക്ഷിച്ചിട്ട് പോകാൻ ഒരു കാരണം നിങ്ങളുടെ മനസ്സ് നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാവുമെന്ന് എനിക്കറിയാം. ഒരുപക്ഷെ തേടി വരുന്നതിന് മുമ്പിൽ പറയാൻ ഒരു മറുപടിയും നിങ്ങൾ കരുതി വെച്ചിട്ടുണ്ടാവും. അതൊന്നും എനിക്ക് വേണ്ട.